الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ലോകരക്ഷിതാവും പ്രപഞ്ചങ്ങളുടെ പരിപാലകനുമായ അല്ലാഹുവിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമ്മുടെ കൂടിച്ചേരൽ ഉഖ്റവിയായ ലോകത്തേറെ നന്മകൾ ലഭിക്കുന്ന അമലുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, പരിശുദ്ധ റമദാനിലെ അവസാനത്തെ 10 വെള്ളിയാഴ്ചയിലാണ് നമ്മളുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇനി ശേഷിക്കുന്ന ഏതാനും ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. 83 ചില്ലാനും കൊല്ലം ഇബാദത്തെടുത്താൽ കിട്ടുന്ന നന്മകൾ ഓഫർ ചെയ്ത 2 ഒറ്റയിട്ട രാവുകൾ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു. ഇനി ശേഷിക്കുന്നത് 3 ഒറ്റയിട്ട രാവുകളാണുള്ളത്. അത്രയും കുറച്ചു സമയമാണ് റമദാനിലുള്ളത്. മാത്രമല്ല, ഏറ്റവും കൂടുതൽ ഇബാദത്തുകളിൽ മുഴുകാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടുന്ന ദിനരാത്രങ്ങളാണ് നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നത്. ഖുർആനിൽ എത്ര പേജ് നമ്മൾ പാരായണം ചെയ്ത് തീർത്ത് കഴിഞ്ഞു. അതേപോലെ തന്നെ എത്ര സമയം അള്ളാഹുവിന്റെ ഇബാദത്തുകൾക്ക് വേണ്ടി ചെലവിടാൻ കഴിഞ്ഞു. നോമ്പിൽ എത്രമാത്രം ആത്മാർത്ഥമായിട്ട് നമുക്ക് മുഴുകാൻ കഴിഞ്ഞു എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ആലോചന നടത്തുന്നത് ഏറെ ഉപകരിക്കുമെന്നാണ് സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു നാളെ ഉഖ്റവിയായ ലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ പ്രത്യേകം നോമ്പുകാർക്ക് തയ്യാറാക്കിയിട്ടുള്ള റയ്യാൻ എന്ന കവാടത്തിലൂടെ നോമ്പുകാർ പ്രവേശിക്കുമ്പോൾ അതിലൊരാളായി തീരാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു പരിശുദ്ധ റമദാനിൽ പറഞ്ഞു തരേണ്ടുന്ന ഒരു വിഷയമാണ് നമ്മളുടെ സക്കാത്തുമായി ബന്ധപ്പെട്ട്. സക്കാത്തും റമദാനും തമ്മിൽ എന്തു ബന്ധം എന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ചൊരു ബന്ധമൊന്നുമില്ല. നമ്മുടെയൊക്കെ നാടുകളിൽ അങ്ങനത്തെ ഒരു ശീലമുണ്ട്. അതായത് നാട്ടിലൊരു അറിയപ്പെടുന്ന ഒരു പ്രമാണി, ആ പ്രമാണി നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ നമ്മൾ സങ്കല്പിച്ചാൽ കിട്ടും. 27-ാം രാവിന്റെ അന്ന് കുറെ സാധുക്കളായ ആളുകൾ അയാളുടെ ഗേറ്റിന്റെ വാതിലൊക്കെ ഇങ്ങനെ തുറന്ന് അയാളെ ഉമ്മറപ്പടിയിൽ കുറെ ചില്ലറ പൈസയും നോട്ടൊക്കെ എടുത്ത് വലിയവർക്ക് നോട്ടും ചെറിയവർക്ക് ചില്ലറയ്ക്ക് കൊടുക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാടുകളിൽ ഉണ്ടായിരുന്നു. അത് അൽഹംദുലില്ലാ ദീനീപരമായ ഒരു മുന്നേറ്റത്തോടുകൂടി സക്കാത്തല്ല അത് എന്നുള്ളത് ബോധ്യപ്പെടുത്താൻ ഈ ഉമ്മത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ അതിൽ നമുക്ക് സംഭവിച്ചിട്ടുള്ള ഒരു പാളിച്ച എവിടെയാണെന്ന് ചോദിച്ചാൽ, സക്കാത്ത് നമ്മൾ കുറെ കൊടുക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ അതിന്റെ അളവും കൃത്യതയും അനുസരിച്ച് നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ആ ഒരു ദർജയിലേക്ക് നമ്മൾ ഇപ്പോഴും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അള്ളാഹു അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദീനിൽ എന്താണ് സക്കാത്ത് എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഈ ജുമുഅക്ക് വന്നതുപോലെ ജുമുഅക്ക് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്താ ഉള്ളത്? അപ്പൊ അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കുറ്റമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇത് ഇവിടേക്ക് വരുന്നത്.
ഇതേപോലെ നമസ്കാരത്തോട് 27 സ്ഥലങ്ങളിലാണ് സക്കാത്തിന് ചേർത്ത് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഈ ചെയ്യുന്നത് എത്രമാത്രം ത്യാഗമനുസരിച്ചാണോ നമ്മൾ ചെയ്യുന്നത്, അതുപോലെ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് സക്കാത്ത് എന്ന് പറയുന്നത്. മാത്രമല്ല, നമ്മളൊക്കെ കേട്ട് ശീലിച്ചിട്ടുള്ളതാണ്. എന്താണ് ഇസ്ലാം കാര്യം എന്ന് ചോദിച്ചാൽ, ബുനിയൽ ഇസ്ലാമു അലാ ഖംസ്. ഇസ്ലാം എന്ന് പറയുന്നത് 5 സ്തംഭങ്ങളിലാണുള്ളത്. അതിന്റെ ഒന്നാമത്തെ തൂണ് എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, രണ്ടാമത്തെ തൂണ് നിസ്കാരമാണ്, മൂന്നാമത്തെ തൂണ് സക്കാത്താണ്, നാലാമത്തത് നോമ്പാണ്, അഞ്ചാമത്തത് ഹജ്ജാണ്. ഈ 5 തൂണിലാണ് ഇസ്ലാം നിലനിൽക്കുന്നത്. ഇതിലെ ഒരു തൂണില്ലാതെ ഇസ്ലാം പൂർണ്ണമാകുകയില്ല എന്നുള്ളതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒട്ടുമിക്കാൽ ആളുകളുമൊക്കെ അള്ളാഹും അവന്റെ ദീനും പറഞ്ഞതനുസരിച്ച് പള്ളിയിൽ കൂടാനും അതേപോലെ തന്നെ ദിക്ർ ദുആകളിലും ഒഴുകാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുതലും ശുദ്ധമായിരിക്കണം എന്നുള്ളതാണ്. പണ്ട് കാലത്തൊരു സങ്കല്പമുണ്ട്, ദീനും വ്യക്തികളും രണ്ടായിട്ടാണ് പോവുക. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മുടെയൊക്കെ വീടുകളിൽ പഴയ ഉമ്മമാർക്ക് നിസ്കാരക്കുപ്പായം ഉണ്ടാവും. അപ്പൊ അവരുടെ ഒരു ധാരണ എന്താന്ന് ചോദിച്ചാൽ, നിസ്കരിക്കുന്ന സമയത്ത് മാത്രമാണ് നിസ്കാരക്കുപ്പായം എന്നുള്ളത്. യഥാർത്ഥത്തിൽ ദീൻ അങ്ങനെയല്ലല്ലോ. ഏത് സമയത്തും ഇപ്പോ സാധാരണ നമ്മൾ കുട്ടികളോടൊക്കെ പറയാറുണ്ട്, നിങ്ങൾ പിന്നെ മദ്രസയിലേക്ക് വരുമ്പോഴെല്ലാം മഫ്തയും പർദ്ദയും ധരിക്കേണ്ടത് എല്ലാ സമയത്തും ഇത് ധരിക്കണം. ഔറത്ത് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ മുഖവും മുൻകൈയും ഒഴിച്ച്, ഒരു പുരുഷന്റെ മുട്ടുമുക്കള് അതിന്റെ ഇടയിലുള്ള സ്ഥലങ്ങൾ ഒഴിച്ച് ബാക്കി അങ്ങനെയുള്ള നമ്മൾ ആ പഠിച്ച ഒരു ഔറത്തിന്റെ ഒരു നിർവചനം ഉണ്ടല്ലോ, ആ ഒരു നിർവചനം നമ്മൾ പൂർണ്ണമായും പാലിച്ചെങ്കിൽ മാത്രമേ നമ്മൾ മുസ്ലിം ആവൂ എന്നുള്ള ഒരു കൃത്യമായൊരു അധ്യാപനം. അപ്പൊ അത് ഏറെക്കുറെ ഇപ്പൊ ദീനനുസരിച്ച് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ അത് കൃത്യമായിട്ട്, ഇപ്പൊ സ്ത്രീകളാണെങ്കിലും ഉമ്മമാരാണെങ്കിലും അത് കൃത്യമായി എവിടെ പോയാലും അവർക്ക് നിസ്കരിക്കാൻ ആ ഡ്രസ്സിൽ കഴിയും. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. അപ്പൊ പണ്ട് ദീനനുസരിച്ച് ജീവിക്കണമെങ്കിൽ പോലും അത് പ്രത്യേക ഇടങ്ങളിലേക്ക് നിസ്കരിക്കുന്ന സമയത്ത് മാത്രം ദീന് കടന്നു വരുന്ന ഒരു രൂപമാണ് ഉണ്ടായിരുന്നത്. ഇന്ന് അതിന് ഒരുപാട് മാറ്റങ്ങൾ വന്നു. അപ്പൊ നമ്മൾ യാത്ര പോകുന്ന സമയത്ത് ബാങ്ക് കേട്ടാൽ ഇറങ്ങി നിസ്കരിക്കുന്നു. അത് വലിയൊരു മാറ്റമാണ് ഉണ്ടായത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, ഈ ഒരു ശുദ്ധി നമ്മുടെ സക്കാത്തിന്റെ വിഷയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തിന്റെ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. തീർച്ചയായും മുതൽ എന്ന് പറയുന്നത് എന്തിനാണ്? അത് നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ്, സക്കാത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനോട് ചേർത്ത് പറഞ്ഞു, വലൗ കാന ലി ഇബ്നി ആദമ വാദി. അതായത് ഒരു ആദമിന്റെ, ഒരു മനുഷ്യൻ എന്തുണ്ട്, പിന്നെ സ്വർണത്തിന്റെ 2 താഴ്വരണ്ട്, 2 കുന്നുണ്ടെന്ന് വെച്ചോളൂ, 2 മലകളുണ്ട്. ആ 2 മലകൾ സ്വന്തം പേരിലുണ്ട്, സ്വർണ്ണാണത് എന്ന് സങ്കല്പിക്കുക. അപ്പൊ ഈ മനുഷ്യൻ എന്താ വിചാരിക്കുക? നമ്മൾ സാധാരണ നമുക്കിപ്പോ അതൊന്നുമില്ല, എന്നാലും നമ്മൾ പറയുന്നത് ഇത്ര കാലം തലമുറകളോളം ജീവിക്കാനുള്ള പിന്നെ സമ്പത്തുണ്ട്. ഇപ്പൊ നമ്മളൊക്കെ ചില പിന്നെ സമ്പത്തുള്ള ആൾക്കാർ, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്തുള്ള ആളെ കുറിച്ചുള്ള ഒരു ചർച്ച വന്നപ്പോ ഏറ്റവും വലിയൊരു സമ്പന്നനെ കുറിച്ച് ഒരാൾ പറഞ്ഞെന്താന്നറിയും, ഒരു ദിവസം 1,00,000 രൂപ ചെലവഴിച്ചാൽ പോലും അയാളുടെ സമ്പത്തിൽ നിന്ന് ഒരു അണുപോലും ഇളകൂല എന്നുള്ളതാണ്. അങ്ങനത്തെ മനുഷ്യന്മാരുണ്ട്. എന്നാലോ അത് മനുഷ്യന്റെ ഒരു പ്രകൃതിയാണ്. അത്രയും സമ്പത്തുണ്ടെങ്കിൽ എന്നത് ചെലവഴിച്ച് ജീവിക്കാന്നല്ല മനുഷ്യൻ വിചാരിക്കുക. പിന്നെയോ 3ാമത്തെ ഒരു സ്വർണത്തിന്റെ താഴ്വര കൂടി ഉണ്ടാവണമെന്നാണ് മനുഷ്യൻ ആഗ്രഹിക്കുക എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഏതുവരെ ഉണ്ടാവും ഈ ആഗ്രഹം? നമ്മുടെ വായിൽ മണ്ണിടുന്നത് വരെ. അങ്ങനെ പറഞ്ഞാൽ എന്താ, നമ്മളെ ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുന്നത് വരെയും ഈ ഒരു സ്വഭാവം നമ്മളെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ആർത്തി കാണിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല ഈ മുതലിൽ ഒരു നിശ്ചിത അളവ് വെച്ചു. ആ അളവ് ഈ പാവപ്പെട്ടവന്റേതാണ്, അത് നിന്റേതല്ല. ആ അളവ് കൊടുത്തു തീർത്താൽ നിന്റെ എല്ലാ സമ്പത്തും ശുദ്ധമാവും. അതല്ലെങ്കിലോ എല്ലാറ്റിലും ആ ഒരു നജസ് അത് കലർന്നുകൊണ്ടിരിക്കും. മാത്രമല്ല ഖിയാമത്ത് നാളിൽ അള്ളാഹുവിനറിയാലോ എത്ര നിനക്ക് മുതലുണ്ടെന്ന്. അത് അള്ളാഹു നിനക്ക് നിന്റെ ചുമടാക്കി തന്നിട്ട്, അതല്ലെങ്കിൽ സർപ്പമാക്കി തന്നിട്ട്, ആ സർപ്പം ആഞ്ഞാഞ്ഞ് നിന്നെ കൊത്തുന്ന ഒരു രൂപം
യൗമുൽ ഖിയാമത്തിൽ ഉണ്ടാകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുക. നിങ്ങൾ ആലോചിച്ചു പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ബഖറ എങ്ങനെ ആരംഭിക്കുന്നത്? അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി എന്ന് പറഞ്ഞിട്ട് മുത്തഖീങ്ങളായ ആൾക്കാരുടെ സ്വഭാവങ്ങൾ പറയണം. എന്നിട്ട് അതിലൊരു ആയത്ത് എന്താണ്? വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നവരാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിന് വിശദീകരിച്ചത് എന്താണെന്നറിയാമോ? യുഅ്തൂന സകാത്ത ഇഹ്തിസാബൻ ലഹ, കൂലി വിചാരിച്ചുകൊണ്ട് സകാത്ത് കൊടുക്കുന്നവർ. അത് ഇടങ്ങേറായിട്ടൊന്നും ഒഴിവാക്കുകയല്ല, പിന്നെയോ ഇത് അള്ളാന്റെ അടുക്കൽ എനിക്ക് പ്രതിഫലമായി കിട്ടണം എന്ന് വിചാരിച്ചുകൊണ്ട് സകാത്ത് കൊടുക്കുന്നവരാണ് എന്നുള്ളത് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിനെ വിശദീകരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിചാരിക്കും അതങ്ങോട്ട് കൊടുത്താൽ അതങ്ങോട്ട് തീർന്നു പോകില്ലേ എന്നുള്ളത്. അള്ളാഹു അതിലൂടെ വർധനവാണ് നമുക്ക് നൽകുക. നമ്മൾ സകാത്ത് കൊടുത്താൽ നമ്മുടെ മുതൽ ശുദ്ധമായി എന്നത് മാത്രമല്ല, അള്ളാഹു അതിന്റെ ഇരട്ടിയായി നമ്മുടെ മനസ്സ് അള്ളാഹു പരിശോധിക്കുകയാണ്. ഇവൻ കൊടുക്കുന്നുണ്ടോ? ഇവന് ഞാൻ ഇത് കൊടുക്കുന്നുണ്ട്, പക്ഷേ ഈ കൊടുക്കുന്നത് പോലെ ഇവന്റെ സഹജീവികൾക്ക് ഇത് കൊടുക്കാൻ അവന്റെ മനസ്സ് ഒരുക്കമുണ്ടോ എന്നുള്ളത് അള്ളാഹു നമ്മളെ പരീക്ഷിക്കുകയാണ്. ഞാൻ എല്ലാ സമയത്തും ഇവിടെ പറയാറുള്ള ഒരു ഹദീസുണ്ട്. ഓരോ പ്രഭാതമാകുമ്പോഴും ഈ ദുനിയാവിലേക്ക് അള്ളാഹു 2 മലക്കുകളെ പറഞ്ഞയക്കും. ഒരു മലക്ക് പ്രാർത്ഥിക്കുന്നത് എന്താണ്? അള്ളാഹുവെ, ചെലവഴിക്കുന്നവന് നീ വീണ്ടും കൊടുക്കണേ. ഇന്നും അത് സംഭവിച്ചു. ഖിയാമത്ത് നാൾ വരെ അത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഒരു മലക്ക് പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവെ, ചെലവഴിക്കുന്നവന് നീ വീണ്ടും കൊടുക്കണേ. രണ്ടാമത്തെ മലക്ക് പ്രാർത്ഥിക്കുന്നത് എന്താണ്? അള്ളാഹുവെ, പിടിച്ചു വെക്കുന്നവന് നീ നാശം കൊടുക്കണേ. നമ്മളുടെ പ്ലാൻ അല്ല അതുകൊണ്ട് നടക്കുക. അള്ളാഹു ഒരു പ്ലാൻ കണ്ടിട്ടുണ്ട്, ആ പ്ലാനേ അവിടെ നടക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ധനത്തിന്റെ വിഷയത്തിൽ വളരെ ഗൗരവമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ആ ഒരു വിഷയത്തിലുണ്ട് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, അള്ളാഹു നമ്മളുടെ എല്ലാ മുതലും സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞില്ല. പിന്നെയോ അതിന് കൃത്യമായി ഒരു അളവ് വെച്ചു. ഏതാണ് അളവ് പോലും എന്നുള്ളത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്ര പൈസ ഉണ്ടായാൽ, അതായത് ഒരു കൊല്ലം ഒരാളുടെ കയ്യിൽ 595 ഗ്രാം വെള്ളിയുടെ പണം, അതായത് അത് എത്രയെന്നുള്ളത് ഇപ്പൊ നമുക്കൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. 595 ഗ്രാം വെള്ളിക്ക് ഇന്നത്തെ വില എന്താണെന്ന് നോക്കുക. ആ വില ഒരു കൊല്ലം, അതാണ് ഈ റമദാനുമായിട്ട് അത് വരുന്നത്. ചില ആൾക്കാര് അറബി മാസമാണല്ലോ ഇതിന് നമ്മൾ കണക്കാക്കാൻ വേണ്ടി നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ റമദാനിൽ അവർ സക്കാത്ത് കൊടുക്കും. അപ്പൊ അത് കൂട്ടാൻ എളുപ്പമാണ്. അടുത്ത റമദാൻ ആകുമ്പോ സക്കാത്ത് കൂട്ടി കൊടുത്താൽ മതി. അതല്ലാതെ സക്കാത്തും റമദാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഒരു കൊല്ലം ഈ 595 ഗ്രാം വെള്ളിയുടെ പണം എന്റെ കയ്യിലുണ്ട്. അത് മിച്ചമായി കിട്ടിയതാണ്. മിച്ചമായി കിട്ടിയെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും നമ്മൾ ധാരാളിത്തമല്ല, ബ്രാൻഡഡ് അല്ല. പിന്നെയോ നമ്മളുടെ മിതമായ ഒരു ജീവിതശൈലി, നമുക്ക് വാഹനം, പാർപ്പിടം, ഭക്ഷണം, വസ്ത്രം, ഇത് കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ 595 ഗ്രാം വെള്ളിയുടെ പണം ഒരു വർഷം മിച്ചമുണ്ടായാൽ അതിന്റെ 2.5% അത് സക്കാത്തിലേക്ക് പോകേണ്ടതാണ്. അത് സക്കാത്തിന്റെ വിഹിതമാണ്. ഇത്രയുള്ള ദീൻ തങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം 100 രൂപയുണ്ട് എന്ന് സങ്കല്പിക്കുക. ആ 100 രൂപയുടെ 2.5% അതാണ് സക്കാത്തിലേക്ക് നീക്കി വെക്കേണ്ടത്. ഇത് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. 100 രൂപ ഉണ്ടെങ്കിൽ 2.5% കൊടുക്കണം എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഇത് അത്രയും എളുപ്പമാണ്. ഒരു കൊല്ലം നമ്മുടെ അടിസ്ഥാന ചെലവ് കഴിഞ്ഞ് ഇത്രയും സംഖ്യ 595 ഗ്രാം വെള്ളിയുടെ പണം നമ്മുടെ കയ്യിൽ മിച്ചമുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കണം. അതേപോലെ തന്നെ സ്വർണത്തിന്റെ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് എത്രയാണ്? 10.5 പവനാണ്. ഒരാളുടെ കയ്യിൽ 11 പവൻ ഉണ്ട് നോക്കുക, അല്ലെങ്കിൽ 15 പവൻ ഉണ്ട് നോക്കുക. അത് ഒരു കൊല്ലം മുഴുവൻ അയാളുടെ കയ്യിൽ അതങ്ങനെ തന്നെ ഉണ്ടായി. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ 10.5 പവൻ കഴിഞ്ഞിട്ടുള്ളതിനല്ല സക്കാത്ത്. പിന്നെയോ 11 പവനും 15 പവനും അതിന്റെ 2.5% എന്ത് ചെയ്യണം? അത് സക്കാത്തായിട്ട് കൊടുക്കണം. അത് നമ്മളുടെ മുതലല്ല. അത് വളരെ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു രൂപത്തിൽ അള്ളാഹുവിന്റെ അടുക്കലേക്ക് നമ്മൾ ചെല്ലേണ്ടത് നമുക്ക് തന്ന മുതൽ അത് നമ്മൾ ഇവിടെ വിട്ടേച്ചു പോവാണ്. അത് നമ്മൾ ആരും പരലോകത്തേക്ക് കൊണ്ടുപോകുന്നില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഒരു കാലയളവിൽ നമ്മൾ അതിന്റെ അധിപനാക്കി വെക്കുമ്പോൾ അതിന്റെ ഹക്ക് നമ്മൾ കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ഇനിയോ അവസാനമായി ഒരു കാര്യം കൂടി പറയട്ടെ. ആർക്കത് കൊടുക്കേണ്ടത്? നമ്മുടെ വീട്ടിലേക്ക് യാചിച്ചു വരുന്നവർക്ക്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ഇബ്ലീസ് നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ഞാൻ കുറെ കൊടുത്തിട്ടുണ്ട്, അങ്ങനെ കുറെ കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. സക്കാത്ത് എന്ന് പറഞ്ഞാൽ അത് അളന്നിട്ടേ കൊടുക്കാവൂ.
സ്വതക്കയാണ് നമ്മൾ കുറെ കൊടുത്തു എന്നുള്ള ഗണത്തിൽ കൊണ്ടുവരേണ്ടത്. ഞാൻ കുറെ കൊടുത്തു, പള്ളിയിൽ പോയപ്പോൾ കൊടുത്തു, അല്ലെങ്കിൽ ബസ് കയറിയപ്പോൾ കൊടുത്തു, അല്ലെങ്കിൽ പിന്നെ ഒരാൾ നമ്മളെ പിന്നെ കുടുംബത്തിൽ തന്നെ ഒരാൾ ആശുപത്രി, അതിന്റെ ചെലവൊക്കെ ഞാൻ, അതല്ല ഇതിലുള്ളത്. ഇത് സകാത്തിന്റെ വിഹിതം കണക്ക് നോക്കി കൊടുക്കണം. ഇത് ആർക്കാണ് കൊടുക്കേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു തആല 8 വിഭാഗം ആളുകളെ അതിന് പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് ഫക്കീറുമാരാണ്, അതായത് പാവപ്പെട്ടവർ. അവൻ്റെ ഇല്ല, അവൻ ചോദിക്കും ചെയ്യും നിങ്ങളോട്, എങ്കിലില്ല, ഈ ഒരു 1000 കൊണ്ടാ കുട്ടീനെ ആശുപത്രി കൊണ്ടുപോകണം, അത് ചോദിക്കുന്നവരാണ് ഫക്കീർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ രണ്ടാമത്തെ വിഭാഗം വൽ മസാക്കീൻ, മിസ്കീൻ എന്ന് പറഞ്ഞാൽ അഭിമാനിയാണ്, ചോദിക്കൂല. ഒരാൾ കൊണ്ടുപോയി കൊടുത്താൽ എന്തിനും പതിപ്പെടെ കൊടുക്കുന്നത്, ഇതിനൊന്നും ആവശ്യം പെടില്ലല്ലോ, അങ്ങനെ പറയുന്നവരാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കണ്ടാൽ അവർ ധനികരാണെന്നാണ് എനിക്ക് തോന്നാം. നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആള്, ഒരു സഫിൽ നമ്മൾ സ്ഥിരമായി നിൽക്കുന്ന ആൾ, അയാളുടെ വീട്ടിൽ ദാരിദ്ര്യമായിരിക്കും. അത് നമ്മൾ കൃത്യമായിട്ട് അന്വേഷിച്ച് മനസ്സിലാക്കി സഹായിക്കും. അതാണ് മിസ്കീൻ, അവൻ അഭിമാനിയാണ്. അപ്പൊ സക്കാത്തിന്റെ രണ്ടാമത്തെ വിഭാഗം മിസ്കീന്മാരാണ്. മൂന്നാമത്തെ ആള് വൽ ആമിലീന അലൈഹ, അതിനുവേണ്ടി ജോലി എടുക്കുന്ന ആള്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? അത് നമ്മൾ ഒറ്റക്കല്ല കൊടുക്കേണ്ടത്, സംഘടിതമായിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോഴാണല്ലോ ഇത് പണിയെടുക്കാൻ ഉദ്യോഗസ്ഥന്മാരുണ്ടാകുക, അത് പിരിച്ചെടുക്കുന്ന ആള്. പിന്നെയോ നാലാമത്തെ വിഭാഗം വൽ മുഅല്ലഫത്തി ഖുലൂബുഹും, ഇസ്ലാമിലേക്ക് മനസ്സിണങ്ങി നിൽക്കുന്ന ആള്. ആ ആളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇസ്ലാം നല്ലതാണ്, ശരിയാണ്, ഇതിലേക്ക് പിന്നെ വന്നാൽ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കുന്ന നമ്മളുടെ ഇടയിൽ ജീവിക്കുന്ന കുറെ ആളുകൾ ഉണ്ടാകും. അവർക്ക് സക്കാത്തിന് അർഹതയുണ്ട്. അതേപോലെ തന്നെ റിഖാബ്, അതൊന്നും ഇല്ലാത്ത ആളുകളാണ്, അടിമത്ത മോചനത്തിന്. അതേപോലെ തന്നെ മറ്റൊരു വിഭാഗം വൽ ഗാരിമീൻ, കടം കൊണ്ട് കുടുങ്ങിപ്പോയ ആള്. അപ്പൊ കടം എന്ന് വാങ്ങുമ്പോൾ ഇന്ന് നമ്മളുടെ ഒരു ജീവിത ശൈലിയിൽ തന്നെ നമുക്ക് കാണാം, വാഹനം കടത്തിൽ, അത് പലിശയിലാണ്. അതേപോലെ തന്നെ വീട്, അത് പലിശയിലാണ്. എന്തോ ഒരു 10 ലക്ഷം രൂപ കടമില്ലാത്തതെന്ന് കാണാൻ കഴിയില്ല. അതല്ലേ ഈ പറഞ്ഞത്. ജീവിക്കാൻ പ്രയാസം കൊണ്ട് ജീവിതമാർഗം, ജീവിത വാഹനം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസപ്പെടുമ്പോൾ നിർബന്ധിത സാഹചര്യത്തിൽ കടം വാങ്ങിയതിന് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഇന്നത്തെ നാട്ടിലെ കടലുള്ള ആൾക്കാരെ കുറിച്ചല്ല പറയുന്നു. കുറെ ആൾക്കാർ ഒരു വേർപ്പ് ജീവിതത്തിൽ പറ്റാതെ അന്യന്മാരുടെ മുതൽ കൊണ്ട് ജീവിക്കുന്ന എത്ര മനുഷ്യന്മാരുണ്ടെന്നറിയും. അവിടുന്ന് കടം വാങ്ങി എന്നിട്ടോ കോടിക്കണക്കിന് രൂപയാവുമ്പോൾ നാട് വിട്ടുപോവുക. എങ്ങനെ റബ്ബിന്റെ അടുക്കലേക്ക് ചെല്ലും? അല്ലേ? അള്ളാഹു നീതിമാനല്ലേ. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ, ഒരു ഉറുമ്പിന്റെ കാലിന്റെ അത്രയാണെങ്കിലും അത് അള്ളാഹുവിനും തീരുമാനാക്കുന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ചു പ്രിയപ്പെട്ടവർ, ഒരു മനുഷ്യന് എന്തൊക്കെ നാട്ടിലുണ്ടെന്ന് പറയാം, ആ കച്ചവടം ഈ കച്ചവടം എന്നൊക്കെ പറഞ്ഞിട്ട് പാവപ്പെട്ട മനുഷ്യന്മാരുടെ മുതലൊക്കെ പറ്റിച്ചു കൊണ്ടുപോവുക. അതൊക്കെ ആരാ ചെയ്യുന്നത്? അതൊക്കെ വലിയ വലിയ ഡിഗ്രിയും വിദ്യാഭ്യാസമുള്ള ആളുകൾ. അപ്പൊ ആ കടമല്ല ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. പിന്നെയോ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വഫീ സബീലില്ലാഹി, അള്ളാഹുവിന്റെ മാർഗത്തിൽ. അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പണിയെടുക്കുന്ന ആളുകൾക്ക് വേണ്ടി ഈ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു അവകാശം അവർക്ക് പറഞ്ഞു. അവസാനമായിട്ട് പറഞ്ഞു വബിനി സബീൽ, വഴിയാത്രക്കാർ. ഒരാള് അയാൾക്ക് വഴി തെറ്റി, അല്ലെങ്കിൽ വാഹനം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അയാൾ കുടുങ്ങിപ്പോയി. അപ്പൊ അയാൾക്ക് കൊടുക്കാൻ സക്കാത്തിന്റെ വിഹിതത്തിൽ നിന്ന് ഉപയോഗിക്കാം. അപ്പൊ ഇയാൾ എപ്പോഴാണ് കുടുങ്ങുന്നത്? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ പറഞ്ഞാൽ ഒരു സംഘടിതമായിട്ടുണ്ടാകുമ്പോൾ ഒരാൾ വന്നു എന്ന് വരി, അയാളെ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു, ഇയാൾക്ക് നാടെത്തണം. അപ്പൊ അതിന്റെ ചെലവ് സക്കാത്തിന്റെ വിഹിതത്തിൽപ്പെട്ടതാണ്. അപ്പൊ ഇങ്ങനെ 8 അവകാശികളെ കുറിച്ച് അത് എത്ര കൃത്യമായിട്ട് അത് പറഞ്ഞത്, ഒരു നയാ പൈസ പോലും നഷ്ടപ്പെടാത്ത രൂപത്തിൽ അതിന്റെ അവകാശികൾക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് പറഞ്ഞത്. അപ്പൊ ആ കാര്യം നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. റഹ്മാനായ റബ്ബ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും നിർബന്ധമാകുന്ന ഒരു സക്കാത്തിനെ കുറിച്ച് പറഞ്ഞു. അതാണ് സക്കാത്തുൽ ഫിത്ർ എന്ന് പറയുന്നത്, ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഫറള റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തുൽ ഫിത്ർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിത്ർ സകാത്ത് നിർബന്ധമാക്കി. സാഅം മിൻ തംർ, കാരക്കയിൽ നിന്ന് ഒരു സാർ, ഔ സാഅം മിൻ ശഈർ, അല്ലെങ്കിൽ ബാർലിയിൽ നിന്ന് ഒരു സാർ. ആർക്കൊക്കെ? അലൽ അബ്ദി, അടിമയുടെ മേൽ, വൽ ഹുരി, സ്വതന്ത്രന്റെ മേൽ, വദ്ദക്കരി, ആണിന്റെ മേൽ, വൽ ഉൻസ, പെണ്ണിന്റെ മേൽ, വസ്സഗീരി, ചെറിയ കുട്ടികളുടെ മേൽ, വൽ കബീർ, വലിയ പ്രായമുള്ള ആളുകളുടെ മേൽ, ഇങ്ങനെ മുസ്ലിമീങ്ങളിൽ നിന്നുള്ള. എന്നിട്ടോ വ അമറ ബിഹ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു, അൻ തുഅദ്ദിയ ഖബ്ല ഖുറൂജിൻ നാസി ഇല സ്വലാ, അതായത് ജനങ്ങൾ പെരുന്നാൾ നിസ്കാരത്തിന് മുസല്ലയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് അത് കൊടുത്തു വിട്ടുകയും വേണം. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സാഹ്, അത് പണ്ഡിതന്മാരായ ആളുകൾ അതിന് വെച്ച നിബന്ധന എന്താണ്? പെരുന്നാളിന്റെ അന്നത്തെ ഭക്ഷണം ആർക്കൊക്കെ ഉണ്ടോ അവരെല്ലാവരും ഈ ഒരു പരിധിയിൽ വരുന്നതാണ്. അപ്പൊ ഒട്ടുമിക്കാൽ മുസ്ലിമീങ്ങളൊക്കെ ഈ പരിധിയിൽ വരും. അപ്പൊ ആരാണ് ഈ സക്കാത്ത് കൊടുക്കേണ്ടത്? തന്നെ ആശ്രയിച്ച ആരൊക്കെയുണ്ടോ, അന്ന് പ്രസവിച്ച കുഞ്ഞാണെങ്കിൽ പോലും ആ കുട്ടിയുടെ മേൽ ഒരു സാഹ്, അതായത് ഒരു 2 കിലോക്ക് മുകളിൽ, അത് അളവ് പറഞ്ഞിട്ടുണ്ട്. അതായത് കോരൽ, കൈകൾ കൊണ്ടുള്ള കോരൽ എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ നമ്മുടെയൊക്കെ പള്ളികളെ അത് വ്യവസ്ഥാപിതമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എന്ത് ചെയ്യണം? നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറിയവനാകട്ടെ നമ്മളെ ആശ്രയിച്ച് ആരൊക്കെ കഴിയുന്നുണ്ടോ അവരുടെ പേരിലൊക്കെ ഒരു സാഹ് വീതം നമ്മൾ എന്ത് ചെയ്യണം? സകാത്തുൽ ഫിത്ർ കൊടുക്കണം. അത് എപ്പോഴാ കൊടുക്കേണ്ടത്? നമ്മളെല്ലാവരും മുസല്ലയിലേക്ക്, ഈദ്ഗാഹിന്റെ മുസല്ലയിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ അത് കൊടുത്തു വിട്ടണം. അത് എല്ലാവരുടെ പേരിലും നിർബന്ധമാണ്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതായത് നോമ്പിൽ വന്നു പോയിട്ടുള്ള ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തുൽ ഫിത്ർ തുഹറത്തൽ ലിസ്സായിമി മിനൽ ലഗ്വി വറഫത്തി, ഒരു നോമ്പുകാരനിൽ വന്നുപോയിട്ടുള്ള വീഴ്ചകൾ, ചെറിയ ചെറിയ വാക്കുകളിലും പ്രവർത്തനങ്ങളിലൊക്കെ വന്നുപോയിട്ടുള്ള വീഴ്ചകൾക്ക് പരിഹാരമായിട്ട് സകാത്തുൽ ഫിത്റിനെ നിർബന്ധമാക്കി. പിന്നെയോ വതുഅമത്തൽ മസാക്കിൻ, മിസ്കീന്മാർക്കുള്ള ഒരു ഭക്ഷണം. അപ്പൊ ആർക്കാ കൊടുക്കേണ്ടതെന്ന് മനസ്സിലായി? മിസ്കീന്മാർക്കുള്ള ഭക്ഷണമായിട്ട് മൻ അത്താഹ ഖബ്ല സ്വലാത്തി ഫഹിയ സകാത്തു മഖ്ബൂല, ആരത് ഈദ് നമസ്കാരത്തിന് മുമ്പ് കൊടുത്തു വിട്ടിയോ അത് മഖ്ബൂലായ സക്കാത്തായി, സ്വീകാര്യമായ സക്കാത്തായി. വമൻ അദ്ദാഹ ബഅദ സ്വലാത്ത്, ഒരാള് പെരുന്നാൾ നിസ്കാരത്തിന് ശേഷമാണ് കൊടുക്കുന്നതെങ്കിലോ ഫഹിയ സദഖാത്തു മിനസ് സദഖ, സ്വതക്കകളിൽപ്പെട്ട ഒരു സക്കാത്ത്, സക്കാത്തിൽ ഫിത്രല്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതും ഈ ഒരു റമദാൻ നമ്മളിൽ നിന്ന് വിട പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പൊ 2 സക്കാത്തുകളെ സംബന്ധിച്ചിടത്തോളവും നമ്മൾ കൃത്യമായ ബോധ്യമുണ്ടായിരിക്കുക. റഹ്മാനായ റബ്ബ് ഇരു ലോകത്തും വിജയം വരിക്കുന്ന മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതേപോലെ അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചിരിക്കാനുള്ള ഭാഗ്യം നൽകി അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിത അവസാനം വരെ മുഅ്മിനായി, മുത്തഖിയായി ജീവിച്ച് മരണപ്പെട്ടു പോകാനുള്ള ഭാഗ്യം അള്ളാഹുവെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ നോമ്പിനെ നീ സ്വീകരിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ ഖുർആൻ പാരായണത്തെ നീ സ്വീകരിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ രാത്രി നിസ്കാരത്തെ നീ സ്വീകരിക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. اللهم صل على محمد.